ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം കരബലത്താലും ഭുജബലത്താലൊക്കെയും നമ്മൾ ശക്തി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിലെല്ലാം ചൊല്ലി ശക്തിപ്പെടാൻ വേണ്ടി നമ്മൾ പലതും കഴിക്കാറുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി എനർജി ഡ്രിങ്ക്സൊക്കെ നമുക്ക് ശക്തിപ്പെടാൻ, പ്രത്യേകിച്ച് ഹാർട്ട് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന്, പ്രോട്ടീൻസിൻ്റെ ഇത്, അങ്ങനെ തുടങ്ങി നമ്മൾ പലതും ശക്തിപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില സന്ദർഭങ്ങളിൽ എനിക്ക് ശക്തി ക്ഷയിച്ചു പോയി, എൻ്റെ ഹൃദയം അതിനുള്ള ശക്തിപ്പെടാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഹൃദയ സംബന്ധമായി നിങ്ങൾക്ക് രോഗമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഈ വചനം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. സങ്കീർത്തന പുസ്തകം പറയുന്നു, 27-ാം അധ്യായം 14-ാം വാക്യം പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ശക്തിപ്പെടും. അതെ, കർത്താവിൽ ആശ്രയിപ്പിൻ. അപ്പം നമ്മുടെ ഹൃദയം ശക്തിപ്പെടാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി പ്രിയമുള്ളവരെ, കർത്താവിൽ ആശ്രയിക്കുക. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, ഈ വചനം വായിച്ച് നമ്മുടെ ആശ്രയത്വം കർത്താവിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും, നിങ്ങൾ ശക്തിപ്പെടും. കർത്താവിൽ മാത്രം നിങ്ങൾ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ഈ പ്രഭാതം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.